കപ്പൽ ദുരന്തത്തിന്റെ ഇരകളായ മത്സ്യത്തൊഴിലാളികളും വിൽപ്പനക്കാരും മത്സ്യം കഴിക്കുന്നത് ദോഷം ചെയ്യുമെന്ന വ്യാജ പ്രചരണമാണ് വിൽപ്പനയെ ബാധിക്കുന്നത്. അഴീക്കൽ തീരത്തിന് സമീപം കപ്പൽ കത്തിയെന്നും ഇതിൽ വിഷവസ്തുക്കളുണ്ടെന്നുമുള്ള പ്രചരണമാണ് കണ്ണൂർ ജില്ലയിലെ മത്സ്യവിൽപ്പനയെ ബാധിച്ചത്. കണ്ണൂർ അഴീക്കൽ തീരത്തിന് സമീപം ചരക്ക് കപ്പൽ കത്തിയമർന്നു എന്നും അപകടകാരികളായ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കടലിൽ വീണു എന്നുമുള്ള പ്രചരണം ബാധിച്ചത് മത്സ്യമേഖലയെയാണ്. ശാസ്ത്രീയമായ യാതൊരു പിൻബലവും ഇല്ലാതെ നടക്കുന്ന പ്രചരണത്തോടെ ആളുകൾക്ക് മത്സ്യം കഴിക്കാൻ ഭയമായി. ഇതോടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. മത്സ്യത്തൊഴിലാളികളും വിൽപ്പനക്കാരും അടങ്ങുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ കടുത്ത പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ് ഇതെന്ന് മത്സ്യവിതരണ ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റും STU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ A. ഷാക്കീർ പറഞ്ഞു. ചെറുകിട കച്ചവടക്കാരൊക്കെ വളരെ കടത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഈ മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എവിടെയെങ്കിലും ഒരു നെത്തോലിയെങ്കിലും ഈ കടലിൽ എവിടെയെങ്കിലും ചത്തുപൊന്തി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഹോൾസെയിൽ കച്ചവടക്കാർ രാവിലെ മീൻ ബോക്സ് ഇറക്കിയാൽ അത് വിറ്റ് കഴിഞ്ഞാലേ പൈസ കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോലത്തെ ഈ കച്ചവടക്കാർ, അതുപോലെ തന്നെ വൈക്കി കൊണ്ടുപോകുന്നവർ, ഗുഡ്സിൽ കൊണ്ടുപോകുന്നവർ, അവരൊക്കെ മത്സ്യം എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ അവരെ സഹിക്കണം. അപ്പോൾ അവർക്കൊക്കെ വളരെ തകർച്ചയിലാണ് ഉള്ളത്. ഇതിന് സർക്കാർ നിർബന്ധമായും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളെ കർശനമായിട്ട് അതിന് അവർക്കൊരു അച്ചടക്കം പാലനം കൊടുക്കണം. കാരണം ഇങ്ങനെ ജനങ്ങളൊക്കെ ഒരു പ്രചരണം ഉണ്ടാക്കാൻ പാടില്ല, മത്സ്യം കഴിക്കാൻ പാടില്ല എന്നും. അതുകൊണ്ട് വളരെ തൊഴിലാളികളൊക്കെ വളരെ കടത്തിലും ബുദ്ധിമുട്ടിലാണ്. വിഷാംശ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നർ കടലിൽ വീണിട്ടുണ്ടെങ്കിൽ ഇതിനകം തന്നെ മത്സ്യങ്ങൾ ചത്ത് കരക്കടിയേണ്ടതാണ്. അത്തരം ഒരു കാര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും മത്സ്യം കഴിക്കാൻ തടസ്സമില്ലെന്ന കാര്യം സർക്കാർ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും മത്സ്യവിതരണ ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റും മത്സ്യവ്യാപാരിയുമായ M. മുഹമ്മദ് സലീമും പറഞ്ഞു. അപ്പോൾ ഇത് സർക്കാർ ഇടപെട്ടിട്ട് ഇത് മത്സ്യം കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ഭക്ഷ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇതിന് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കണം. അല്ലാണ്ട് കുറേ ആൾ ഇന്നിപ്പോൾ ആയിക്കരയിൽ ഒരു 2,000-3,000 ബോക്സെല്ലാം വിൽക്കുന്ന ആയിക്കര മാർക്കറ്റിൽ ശരിക്കും ഇന്ന് അവിടുത്തെ കണക്കിൽ 800 ബോക്സ് 900 ബോക്സ് മീനെ വിറ്റുള്ളതെല്ലാം കണക്കിൽ പറയുന്നത്. അപ്പോൾ മീൻ കച്ചവടം ഒരു 10 ബോക്സ് എടുക്കുന്ന ആൾ 2 ബോക്സ് എടുക്കുന്നുള്ളൂ മീൻ. ഇപ്പോൾ ഞാൻ തന്നെ ഒരു 5-10-20 ബോക്സ് എടുക്കുന്ന ഞാൻ തന്നെ ഇപ്പോൾ 2-3 ബോക്സ് മീൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ കച്ചവടത്തിൽ വളരെ ഷോർട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ ആകെ പരിഭ്രാന്തിയാണ്. എല്ലാവരും മത്സ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വരെ മത്സ്യം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. അപ്പോൾ ജനങ്ങൾക്ക് ശരിക്കുമായിട്ടുള്ള അതിലൊരു ബോധവൽക്കരണം കൊടുക്കണം. ആയിക്കര ഫിഷ് മാർക്കറ്റിലും വിൽപ്പന പകുതിയിലധികം കുറഞ്ഞിട്ടുണ്ട്. വിൽപ്പന കുറഞ്ഞിട്ടും മത്സ്യത്തിന്റെ വിലയിൽ ഒരു കുറവുമില്ലെന്നും മുഹമ്മദ് സലീം വ്യക്തമാക്കി. അപ്പോൾ മീനാണെങ്കിൽ വമ്പ റേറ്റാണ്. മീനിപ്പോൾ കടലിലൊന്നും അധികം പോകാത്തതുകൊണ്ട് ട്രോളിങ് നിരോധനമായതുകൊണ്ട് മീനാണെങ്കിൽ അവിടെ നിന്നുള്ള വരുന്ന മീൻ വമ്പ റേറ്റും ഉണ്ട്. ഇവിടെ വരുന്ന മീനാണെങ്കിൽ മീൻ റേറ്റ് ഉണ്ട്. എന്നാലും മീൻ വാങ്ങിക്കുന്നിടത്ത് റേറ്റ് നമ്മൾ വിൽക്കുന്ന റേറ്റ് അത് കിട്ടുന്നില്ല. മീൻ ജനങ്ങൾ വാങ്ങിക്കാൻ മടിക്കുന്നുണ്ട്. മത്തിക്ക് കിലോക്ക് 300 രൂപ വരെയാണ് വില. അയലക്കും 300-ലധികമുണ്ട്. ട്രോളിംഗ് നിരോധനം കൂടിയായതോടെ മത്സ്യത്തിന്റെ ലഭ്യതയും കുറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കും വിൽപ്പനക്കാർക്കും ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ. വ്യാജ പ്രചരണങ്ങളിലൂടെ നിരവധി കുടുംബങ്ങളുടെ ജീവിതമാർഗത്തെ ഇല്ലാതാക്കരുതെന്ന്. മത്സ്യം കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ലെന്ന് സർക്കാരും ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. കപ്പൽ ചാലായ ഉൾക്കടലിൽ നിന്ന് മത്സ്യബന്ധനവും നടക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.